വയനാട് വൈത്തിരിയിൽ വോട്ട് ചോദിക്കാനെത്തിയ UDF സ്ഥാനാർത്ഥിയെ LDF പ്രവർത്തകർ തടഞ്ഞതായി പരാതി. വോട്ട് ചോദിച്ച് വരരുതെന്നും വീട്ടിൽ കയറാൻ സമ്മതിക്കില്ലെന്നും ഭീഷണിപ്പെടുത്തിയത് ഇടതുപക്ഷ പ്രവർത്തകരെന്നാണ് ആരോപണം. സ്ഥാനാർത്ഥിയെ തടയുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. വൈത്തിരി പഞ്ചായത്ത് 7ാം വാർഡ് UDF സ്ഥാനാർത്ഥി ശൈലജ മുരുകേശിനെയും പ്രവർത്തകരെയുമാണ് തടഞ്ഞത്. ആയിക്കോട്ടെ, നിങ്ങൾ വിപ്ലവോ എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വോട്ട് വയ്ക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അല്ല, ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പറയുന്ന വിപ്ലവ ഭൂമിയാണ്, വോട്ട് കിട്ടൂല എന്ന് ഓർപ്പിച്ചില്ലേ? പിന്നെ ഞങ്ങളിപ്പോ കയറുന്ന നിങ്ങൾക്ക് അങ്ങനെ പറയരുത്, അങ്ങനെ വീടുകൾ കയറുമ്പോ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കയറുമ്പോ നിങ്ങൾ പറഞ്ഞു അങ്ങനെ വരാൻ പറ്റില്ല പറഞ്ഞു. ഞങ്ങൾ പറയൂല, അങ്ങനത്തെ പഠിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ കയറി ഇറങ്ങാൻ പറ്റൂല. ഞങ്ങൾ ഓരോ വീടുകളിൽ കയറണവിടെ, ഈ മിച്ചഭൂമിയിലുള്ള വീട്ടിൽ കയറണ്ട. ഞാനാ പറയുന്നത് കയറണ്ടെന്ന് പറഞ്ഞാൽ കയറണ്ട. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരൊറ്റ വീട് കയറില്ല. ദീപക് മോഹൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. കയറണ്ടെന്ന് പറഞ്ഞാൽ കയറില്ല എന്നൊക്കെ പറയാൻ അവരുടെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ വന്നത്. എന്താണ് അവിടെ നടന്നത്? സുജയ പർവ്വതി, വൈത്തിരി പഞ്ചായത്തിലെ 7ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഇന്നലെ വൈകിട്ടോടുകൂടി ഈ 7ാം വാർഡിൽ ഉൾപ്പെട്ട തൈലക്കുന്ന് മിച്ചഭൂമി എന്ന സ്ഥലത്ത് വോട്ടഭ്യർത്ഥിക്കാനായി പോയ സമയത്താണ് LDF പ്രവർത്തകർ, ഇടതുപക്ഷ പ്രവർത്തകർ തടഞ്ഞതായിട്ടുള്ള പരാതിയുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇന്നലെ അവർ തന്നെ പോയ സമയത്ത് അവർ മൊബൈലിലെടുത്ത ദൃശ്യങ്ങളാണത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് സംഭവം. ഈ തൈലക്കാട്ടിനടുത്ത് എത്തിയ സമയത്താണ് ഇടതുപക്ഷ പ്രവർത്തകർ, അതായത് CPI പാർട്ടിയുടെ പ്രവർത്തകരാണെന്നാണ് ഇവർ പറയുന്നത്. അവരെത്തുകയും ഈ UDF സ്ഥാനാർത്ഥിയായ ശൈലജ കൃഷ്ണനെയും ഒപ്പമുള്ള പാർട്ടി പ്രവർത്തകരെയും തടയുകയും ചെയ്തത്. ഇത് വിപ്ലവത്തിന്റെ മണ്ണാണ്, ഇവിടെ വോട്ട് ചോദിച്ചാരും വരേണ്ടതില്ല, ഈ മറ്റ് വീടുകളിൽ വോട്ട് ചോദിക്കാനായി പോയാൽ അത് സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പെരുമാറിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് അവർ പകർത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്, വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്താണ് തെറ്റെന്നൊക്കെ ചോദിക്കുമ്പോഴും അവർ ഒരു തരത്തിലും കൂട്ടാക്കുന്നില്ല. മാത്രമല്ല ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ തന്നെയാണ് സംസാരമുണ്ടായതും. അതുമായി ബന്ധപ്പെട്ടിപ്പോൾ വൈത്തിരി പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ശൈലജ. നേരത്തെ ആ ഭാഗത്ത് ഇവർ വോട്ട് ചോദിക്കാൻ പോയതിന് സമീപത്ത് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവിടെയുള്ള ഒരു കൂട്ടം ആളുകൾ വന്ന് ഈ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ശൈലജ മുരുകേശനെയാണ് തടഞ്ഞത്. എന്തായാലും ശൈലജയെ തടഞ്ഞു, അത് പ്രശ്നമായി. അതിന്റെ ആ പ്രതികരണം അടക്കം നമ്മൾ കാണുകയും ചെയ്തു.